കൃഷ്ണ. ഭക്ത മനസ്സുകളിൽ ഭക്തിയുടെ അമൃത് വർഷിച്ചുകൊണ്ട് ഗുരുവായൂർ ശ്രീലകത്ത് ഇന്ന് പൊന്നുണ്ണിക്കണ്ണൻ അതീവ സുന്ദരനായി വാഴുകയാണ്. ഓരോ ദിവസവും ഓരോ ലീലകളാടി ഭക്തരെ സന്തോഷിപ്പിക്കുന്ന കണ്ണൻ ഇന്ന് മുട്ടുകുത്തി നിന്ന് വെണ്ണ മോഷ്ടിച്ചു കഴിക്കുന്ന പഴയ അമ്പാടിയിലെ ബാലനായിട്ടാണ് പുനർജനിച്ചിട്ടുള്ളത്. നോക്കൂ, ആ ശ്രീലകത്തേക്ക് ഒന്ന് നോക്കി നോക്കൂ. നമ്മുടെ ഉണ്ണിക്കണ്ണൻ ഇങ്ങനെ മുട്ടുകുത്തിക്കൊണ്ടാണ് നിൽക്കുന്നത്. അമ്പാടിയില് യശോദമ്മ അറിയാതെ വെണ്ണപ്പാത്രത്തിനരികിലേക്ക് ഇങ്ങനെ മുട്ടുകുത്തി വന്ന് ആ രംഗം ഇങ്ങനെ കളഭത്തില് അത്ര മനോഹരായിട്ട് ചാർത്തി വെച്ചിരിക്കുകയാണ്. കണ്ണൻ്റെ ആ കുഞ്ഞു കാലുകളില് പൊൻതളകൾ ഇങ്ങനെ തിളങ്ങുന്നുണ്ട്. അരിഞ്ഞാണുണ്ട്, കിങ്ങിണിയുണ്ട്, അതൊക്കെ ഇങ്ങനെ കുമ്പോട് പറ്റി കിടക്കുകയാണ്. ഇടത്തെ കൈ ഇങ്ങനെ നിലത്ത് കുത്തിയിട്ട് അവിടെ ഒരു കുഞ്ഞു ഓടക്കുഴലും വെച്ചിട്ടുണ്ട് ഇടത്തെ കൈയിൻ്റെ അടുത്ത്. വലത്തെ കൈ കൊണ്ടാണ് തമാശ കാണിക്കണേ. എന്താന്ന് വെച്ചാല് മുന്നിലിരിക്കുന്ന സ്വർണ്ണ തളികയില് വെണ്ണ ഇങ്ങനെ വാരി കഴിക്കുകയാണ് നമ്മുടെ ഉണ്ണിക്കുട്ടൻ. വെണ്ണ വാരി ഇങ്ങനെ കഴിക്കുമ്പോണ്ടല്ലോ കണ്ണൻ്റെ ചുണ്ടുകളിലായാലും മുഖത്തായാലും ഇങ്ങനെ വെണ്ണ ഇങ്ങനെ പറ്റിയിരിക്കണ കാണാനേ ഭയങ്കര ഒരു ഭംഗിയാണ്. ആ മുഖത്തുള്ള മന്ദഹാസം കണ്ടോ? വെണ്ണ കിട്ടിയ സന്തോഷം മുഴുവൻ ആ കണ്ണുകളിലുണ്ട്. നെറ്റിയിൽ ഗോപി തിലകുണ്ട്, ചെവികളിൽ ഇങ്ങനെ ചെവിപ്പൂവുണ്ട്. ഭയങ്കര ഭംഗിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ ഉണ്ണിക്കണ്ണൻ. തിരുമുടിയിൽ മയിൽപ്പീലി മാത്രമേ ചാർത്തിയിട്ടുള്ളൂ. കാർവർണ്ണൻ അതീവ തേജസ്സോടെ ഇങ്ങനെ പുഞ്ചിരി തൂകിയിരിക്കുകയാണ്. കഴുത്തില് ഭംഗിയുള്ള ഒരു ഉണ്ടമാലയുണ്ട്. ചുവന്ന താമരയും തുളസിയും തെച്ചിയും കൊണ്ട് ചേർത്ത് ഇങ്ങനെ ഉണ്ടാക്കിയ ഒരു ഉണ്ടമാലയാണ് കണ്ണൻ്റെ മാറിടത്തിലുള്ളത്. തിരുമുടിയിലാവട്ടെ 3 തരത്തിലുള്ള മാലകളാണ് ഉള്ളത്. വെളുത്ത നന്ദ്യാർമട്ടം കൊണ്ടുള്ള ഒരു മാലയുണ്ട്, തെച്ചിപ്പൂ കൊണ്ടുള്ള ഒരു ചുവന്ന മാലയുണ്ട്, പിന്നെ താമരപ്പൂക്കൾ മാത്രം കോർത്തിട്ട് ഒരു മാല കൂടി ഉണ്ട്. അങ്ങനെ 3 മാലകളാണ് തിരുമുടി മാലയായിട്ടുള്ളത്. ഇതിൻ്റെ മുകളിലായിട്ടാണ് നമ്മുടെ തുളസി മാലകൾ ഇങ്ങനെ തൂക്കിയിട്ടേക്കണേ. നല്ല ഭംഗിയാണ്. ഒരു തുളസി മാലയുടെയും ഈ പൂക്കളുടെയും ഒക്കെ കൂടി ഒരു സുഗന്ധം ഉണ്ടല്ലോ, ഭക്തിയുടെ സുഗന്ധം, അതിങ്ങനെ വരികയാണ് ശ്രീലകത്തുനിന്ന്. ഗുരുവായൂരപ്പൻ്റെ ഓരോ അവയവവും ഓരോ ആഭരണവും ഒക്കെ അങ്ങനെ കാണുന്നുണ്ടല്ലോ. എല്ലാം നമ്മൾ ചെയ്തിട്ടോ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുള്ള പാപങ്ങളെയൊക്കെ അതിങ്ങനെ കഴുകി കളയുന്നതാണ്. കണ്ണൻ്റെ തൃപ്പാദങ്ങളിൽ, ആ വെണ്ണക്കണ്ണൻ്റെ തൃപ്പാദങ്ങളിൽ നമുക്ക് ശരണം പ്രാപിക്കാം. മുട്ടുകുത്തി വരുന്ന ആ പൊന്നുണ്ണിയുടെ രൂപം മനസ്സിൽ ധ്യാനിച്ച് സകല ദുഃഖങ്ങളും മറന്ന് നമുക്ക് നാമം ജപിക്കാം. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നാരായണ 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 നാരായണ. കൃഷ്ണ ഗുരുവായൂരപ്പ.